പ്രഭാകര, പ്രഭാകര, നമസ്കാരം പ്രഭാകര. ഞാൻ ഈ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. കിണർ ചിഹ്നത്തിൽ. വിശാലാക്ഷി, വിശാലാക്ഷി, ഒരു മിനിറ്റ്. അയാളെന്തിനാ അകത്തേക്ക് പോയത്? അല്ല, അത് എനിക്ക് ആര്യത എടുക്കാൻ വേണ്ടി ഭാര്യ വിളിക്കാൻ പോയതായിരിക്കും. എന്താ ഇത്, ഭാര്യയല്ലേ? വിളക്കെടുത്തോണ്ട് വരാൻ വിളിച്ചതാ. ഞാൻ തന്നെ അങ്ങ് എടുത്തു. നമ്മുടെ മറ്റേ സ്ഥാനാർത്ഥി സാംബശിവനില്ലേ, അയാൾക്ക് നിലവിളക്കാ ചിഹ്നം. പുള്ളി ഒരു നിലവിളക്ക് തന്നു. നിങ്ങളുടെ ചിഹ്നം കിണറാണല്ലോ, അതുകൊണ്ട് കിണറ് മുമ്പിൽ കുഴിക്കുന്നോ അതോ വീടിന്റെ പുറകെ കുഴിക്കുന്നോ? ഞാൻ ആളെയൊക്കെ ഏർപ്പാട് ചെയ്തിട്ട് വെട്ടാൻ ആരംഭിക്കുമ്പോഴേക്കും നീ അങ്ങോട്ട് വന്നാ മതി. എവിടെയാ വെട്ടുന്നേ? ഏട്ടന്മാ, ഞങ്ങളുടെ വീട്ടിൽ 4 ഓട്ടുണ്ട്. സത്യമായിട്ടും ആ 4 ഓട്ടും നിനക്ക്. കേട്ടില്ലേ? അരിയുടെ വില പോലും അറിയാത്ത നീയൊക്കെ ഇനി രാഷ്ട്രീയത്തിൽ വന്നിട്ട് എന്തുണ്ടാക്കി തരുമെന്നാ വിശ്വസിക്കേണ്ടത്? ശരി ശരി, ഞങ്ങൾ നിർത്തിയതല്ലേ, വോട്ട് ചെയ്തേക്കാം. പോ. രാഷ്ട്രീയത്തില് ഇത്രയും വയസ്സായിട്ടുള്ള ഇവർക്കുള്ള അറിവ് പോലും എന്താടാ നമുക്കില്ലാതെ പോയത്? നമ്മക്കല്ല, നിങ്ങൾക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. നിങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പീതാംബരന്റെ 5 വയസ്സുള്ള മകൻ, സഹോദരിമാരെ 5 വയസ്സുള്ള പയ്യൻ, അവനെ പഠിപ്പിക്കാൻ വന്ന ടീച്ചറിനോട് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? പറയുവാൻ എനിക്ക് ലജ്ജയുണ്ട്. നീയൊന്ന് പറ. ഊമ്പ ചോദിച്ചു. അയ്യോ, അങ്ങനെ പറഞ്ഞ തെറിയാടാ. നീ ഒന്ന് വിശദമായിട്ട് പറ. അതെ, മൂപ്പാന്ന് പറഞ്ഞ മുലപ്പാൽ. ചേട്ടാ, അവൻ വെറുതെ അനാവശ്യം പറയുന്നത് കേട്ടില്ലേ? ഞാൻ പോയി അവിടെ സാമൂഹ്യ പാഠം എടുക്കാമെന്ന ടീച്ചറിനോട് അവൻ മുലപ്പാൽ ചോദിച്ചിരിക്കുകയാണ്. അവൻ പറയും. ടീച്ചറിന്റെ കാര്യത്തില് തെറ്റ് നടന്നത് സത്യം തന്നെയാ. എന്താ നടന്നത്? അത് എന്റെ മോൻ ഇനിയും പാലുകൂടി വിട്ടിട്ടില്ല. എന്നാൽ ടീച്ചർക്ക് ഈ കാര്യം ശരിക്കും അറിയില്ല. വേണ്ടാന്ന് ഞാൻ കുറെ പറഞ്ഞതാ. ഞാൻ നോക്കിക്കളാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി എന്തോ കശമിശം നടന്നു. അല്ല, ഈ സാധാരണ പിള്ളേര് 2.5 വയസ്സിൽ മുല കൂടി മാറുന്നതാണല്ലോ. നിങ്ങളുടെ കൊച്ചെന്താ 5.5 വയസ്സായിട്ട് നിർത്താത്തത്? അത് കറക്റ്റാ. എന്റെ ഭാര്യയും എന്തൊക്കെയോ പെരട്ടി നോക്കിയതാ. ഞാൻ രാത്രി അടുത്ത് കിടക്കുമ്പോ എനിക്ക് പോലും ഛർദ്ദിക്കാൻ വരുന്നേ. എന്നാ ആ റാസ്കൽ ഒരു പ്രശ്നവുമില്ല, ഇപ്പോഴും കുടിച്ചോണ്ടിരിക്കണം അവൻ. അല്ല, 5 വയസ്സായിട്ട് നിങ്ങളുടെ മോൻ പാല് കൂടി നിർത്തിയിട്ടില്ല. ചിലപ്പോ അത് അവന്റെ ശീലം കൊണ്ടായിരിക്കും. പക്ഷെ 5 വർഷമായിട്ട് എങ്ങനെ ഈ അത് എന്താ നീ പറയുന്നത്? അല്ലെങ്കിൽ വേണ്ട അത് വിട്ടേക്ക്. എന്തിനാ വെറുതെ ഓരോന്നും അത് നോക്കടാ, നമ്മള് മീറ്റിംഗ് വിളിച്ചു കൂട്ടി. അവര് റിക്കാർഡ് ഡാൻസ് ഏർപ്പാട് ചെയ്തു. നമുക്ക് എങ്ങനെ ആള് വരിക? വേണ്ട, വെറുതെ നോക്കി നിന്ന് ഈച്ചയെ ഒട്ടിക്കൊണ്ടിരിക്കാം. നമുക്ക് ധൈര്യം കൈവിടാതിരിക്കും. ഏട്ടാ, ഈ കഷ്ടകാലം വന്ന് എല്ലാ വഴി അടയുമ്പോ ദൈവം ഏതെങ്കിലും ഒരു വഴി തുറന്നു വരുമെന്ന് പറയാറില്ലേ? അതുപോലെ സെക്സി ആയിട്ട് ഡ്രസ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നവരെ മദ്രാസിൽ നിരക്കാൻ പോകുന്നു. എന്റെ മനസ്സ് പറയുന്നത് ദൈവം ഒന്ന് നേരിട്ടിറങ്ങി വന്ന് ഏട്ടന് വേണ്ടി സ്വർഗവാതിൽ തുറന്നു തരാൻ പോവാന്നാ. സത്യമാണോടാ? സംശയമൊന്നും വേണ്ട, ദേ അങ്ങോട്ട് നോക്ക്. ഏട്ടാ, നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഏട്ടന്റെ നല്ല മനസ്സാന്ന് നന്നായിട്ട് അറിയാം. അവർക്ക് എന്താ വേണ്ടതെന്നും അവർക്കറിയാം. അപ്പൊ പിന്നെ അവരുടെ വോട്ട് ഏട്ടനല്ലാതെ വേറെ ആർക്കാ ചെയ്യാ? അതല്ല പാർട്ണറേ, എനിക്ക് തന്നെ വോട്ട് ചെയ്യുന്ന നല്ല വിശ്വാസമുണ്ട്. എന്നാ കറക്റ്റായിട്ട് എന്റെ പേര് നോക്കി, കറക്റ്റായിട്ട് എന്റെ ചിഹ്നത്തിൽ കുത്തി, അത് കറക്റ്റായിട്ട് മടക്കി, അത് കറക്റ്റായിട്ട് പെട്ടിക്കാത്തിട്ടുണ്ടേ. അതിലെന്തെങ്കിലും കുഴപ്പം വരുമെന്നാ എന്റെ ഇപ്പോഴത്തെ പേടി. ചേട്ടാ, കാര്യം നമ്മുടെ നാട് അറിയപ്പെടുന്നത് പണ്ടാരപ്പെട്ടി എന്ന പേരിലാണെങ്കിലും ഈ നാട്ടിലെ ജനങ്ങളെ അങ്ങനെ കുറച്ച് കാണുന്നത് ശരിയല്ല. എന്തിന് നമ്മുടെ പ്രസിഡന്റിനോട് തന്നെ ചോദിക്കാം. പ്രസിഡന്റെ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ സേതുരാമ? വോട്ടൊക്കെ നമ്മുടെ ഏട്ടന് തന്നെയല്ലേ കുത്തിയത്? പിന്നെ ആദ്യം കുത്തിയ വോട്ട് പീതാംബരനാ. ആദ്യം കുത്തിയ വോട്ടോ? അതേടാ സേതുരാമ, കാക്കാക്ക പാർട്ടിക്കാര് 10 രൂപ കൊണ്ടുള്ള 100 രൂപയുടെ മാല എനിക്കിട്ടെ. പാവല്ലെന്ന് പറഞ്ഞ് രണ്ടാമത്തെ അവന് കുത്തി. അപ്പൊ അടുത്തത് പറഞ്ഞില്ലല്ലോ. ഇനി അടുത്തതും ഉണ്ടോ? ഇന്നലെ ആ കൂക്കു പാർട്ടിക്കാര് പ്രസിഡന്റിന്റെ കാലിൽ വീണ് കണ്ണീരൊലിപ്പിച്ച് പറഞ്ഞതാ. അതുകൊണ്ട് അവർക്കൊരു വോട്ടങ്ങ് കൊടുത്തു. 3ാമത്തെ വോട്ട് അവനാ കൊടുത്തത്. എന്നാ പിന്നെ ഞങ്ങളൊന്ന് പോയതും വരാം. ചേട്ടോ പ്രസിഡന്റ്, ഈ അമേരിക്കയിലെ ഒബാമ എന്താണ്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ, അതിനെ പറ്റി എന്തെങ്കിലും പണ്ടാരപ്പെട്ടി തന്നെയാ. എംഎൽഎ നമസ്കാരം. നിങ്ങൾക്ക് നമസ്കാരം. സാറേ, ഉപേക്ഷ കാണിക്കാതെ ആ പാലം കിട്ടുന്ന കോൺട്രാക്ട് എനിക്ക് തന്നെ തരണം. എന്തിനാ പാലോ കോൺട്രാക്ടൊക്കെ? ആദ്യം നീ ആർക്കാ വോട്ട് ചെയ്തെന്ന് പറ. എന്റെ ഏട്ടൻ തന്നെയല്ലേ വോട്ട് ചെയ്തത്? എന്തൊരു ചോദ്യമാണ്. ഞാൻ ഇദ്ദേഹത്തിന് പിന്നെ ആർക്കാ വോട്ട് ചെയ്യാ? സത്യം ചെയ്ത് പറ. നമ്മുടെ ഗുരുവായൂരപ്പനാണ്. അങ്ങനെയൊന്നും വേണ്ട, കയ്യിലടിച്ച് സത്യം ചെയ്ത് പറ. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ചോദിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ടാ വോട്ട് കുത്തി കടലാസുമായിട്ട് പോകുന്നത്. എങ്ങനെയുണ്ട്?
ഏട്ടാ കിണറ്റിൽ തന്നെയാ ചെയ്തിരിക്കുന്നത്. അല്ല കിണറ്റിൽ തന്നെ കോൺട്രാക്ട് നിനക്ക് തന്നെ പോയിട്ട് വാ, ഒരുപാട് ചെല്ല്, സന്തോഷം. ചെല്ല്. ഭദ്രമായിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ, ആവശ്യം വരും. ആവശ്യമുണ്ട്. ഇതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഇതിന് ബുദ്ധി പ്രയോഗിക്കണം. നിനക്കതില്ല. വാ. നമസ്കാരം. പ്രധാന വാർത്തകൾ. പണ്ടാരപ്പെട്ടി നിയോജക മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പീതാംബരൻ കാക്കാ കൂക്കു എന്ന 2 പ്രമുഖ കക്ഷികളെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതായത് 2 പ്രമുഖ കക്ഷികളുടെയും സ്ഥാനാർത്ഥികളുടെ ഡെപ്പോസിറ്റുകൾ നഷ്ടപ്പെടുത്തി സ്വന്തം നിയോജക മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയം കൈവരിച്ചിരിക്കുകയാണ് പീതാംബരൻ. നമ്മൾ വിചാരിച്ചു മോനെ ടാറ്റ പറ. ടാറ്റ. അയ്യോ നിങ്ങൾ എല്ലാരും ഒരു കാര്യം മറന്നുപോയി. എന്താ അവരുടെ നെറ്റിയില് വിജയതിലകം അണിയിച്ച് യാത്രയൊക്കെണ്ടായിരുന്നു. എന്താ വിജയത്തിലെ കാണിച്ചു വിടാൻ ഇവരെന്താ യുദ്ധഭൂമിയിലേക്കാണ് പോകുന്നത്? ആ പറഞ്ഞ ശരിയല്ലേ? യുദ്ധഭൂമി നിയമസഭ ഒന്നല്ലേ? പിന്നെ അവിടെ തോക്കും പീരങ്കി ഉണ്ടാവില്ല. എന്നാ മൈക്കും മേശം കസേരയും ഒക്കെ ആയുധമാക്കി നാക്ക് കടിച്ചു പിടിച്ച് മുണ്ടും പൊക്കി പിടിച്ച് മേശപ്പുറത്ത് കിടന്ന് ഓടാലോ. നമ്മൾ ടി വി കണ്ടില്ലേ? യുദ്ധഭൂമിയിൽ ഇനി 2 പേര് മല്ലയുദ്ധം നടത്തുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. നേതാവേ, ഞങ്ങളുടെ നാട്ടിൽ നല്ലൊരു പാലം കെട്ടണം. അതിന് അവിടെ തന്നെ അനുഗ്രഹിക്കണം. എടുക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. എനിക്കെന്താ സംസാരിക്കാൻ അറിയില്ലേ? നിങ്ങൾക്ക് സംസാരിക്കാൻ മാത്രമേ ഇങ്ങോട്ട് മാറി. ഹലോ, ഞാൻ റിസപ്ഷനിൽ നിന്ന് ജയശങ്കറാണ് സാർ. ആ ശരി, പറഞ്ഞോളൂ. അത് സാർ, നിങ്ങളെ കാണാൻ വേണ്ടി കാക്കാക്ക പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ടുണ്ട് സാർ. അത് ശരി. MLA ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ് നേരം അവരെ അവിടെ ഇരുത്തിയിട്ട് അതിനുശേഷം വിട്ടാ മതി. ശരി സാർ. എടാ, ഞാൻ രാവിലെ തൊട്ട് റെഡി ആയിട്ടിരിക്കുക. അതേട്ടാ, നമ്മൾ ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിലൊരു മൂത്ത രാഷ്ട്രീയക്കാരുണ്ടല്ലോ, നൈനാൻ. അയാൾ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ എടുക്കരുത്, അതിനു മുമ്പ് ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് തരണം. സാറേ നമസ്കാരമുണ്ട്. സുഖല്ലേ രാജപ്പ? അയ്യോ സാറേ, ഞാൻ ജയശങ്കറാ. രാജപ്പൻ ആ ഹോട്ടലിലെ വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാം. ഇങ്ങോട്ട്. ഇങ്ങനെയൊക്കെ നിർത്ത്. ചെയ്ത് നമ്മൾ രാഷ്ട്രീയത്തിൽ വന്നിട്ട് എല്ലാരും ചെയ്യുന്ന പോലെ ചെയ്യരുത്. നമ്മൾ അന്വേഷിച്ച് ആരെങ്കിലും വന്നാ വാതൊക്കെ പോയി നമസ്കാരം പറഞ്ഞ് അകത്തോട്ട് വിളിക്കണം. അതാ മര്യാദ. ഇതാണ് മുതിർന്നവർ നമ്മളെ പഠിപ്പിച്ചത്. വാ. അതിങ്ങനെ തന്നെ. അതെ, പീതാംബരന്റെ രാഷ്ട്രീയത്തിൽ എന്റെ പോലെ അനുഭവം ഉണ്ടാവണമെന്നില്ല. എന്നാലും എല്ലാ സ്ഥലത്തു നിന്ന് ജയിച്ചവരെക്കാളും അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അധികം വോട്ട് വാങ്ങി ജയിച്ചെന്ന് പറഞ്ഞാ യഥാർത്ഥം ആ നാട്ടിൽ ഇദ്ദേഹത്തിന് നല്ല പേരും പ്രശസ്തി ഉണ്ടെന്നാ കണക്കാക്കേണ്ടത്. അങ്ങനെയുള്ള ആളെ നമ്മൾ ബഹുമാനിക്കണ്ടേ? പിന്നെ വേണം, തീർച്ചയായും. ബഹുമാനം കൊണ്ടാ. ബഹുമാനേ. അകത്തോട്ട് ആ, പിന്നെ സംസാരിക്കാം. ഞാൻ സാറുമായിട്ട് അകത്ത് സംസാരിക്കാൻ പോവാ. നിങ്ങൾ പുറത്ത് ശാന്തരായിരിക്കണം. ഞാൻ അകത്ത് പോയ ശേഷം സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഗുണശേഖരൻ വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്നൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. എനിക്കത് അത്ര ഇഷ്ടമല്ല. വന്നാ. സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഗുണശേഖരൻ, സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഗുണശേഖരൻ, സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഗുണശേഖരൻ. നിർത്തുന്നുണ്ടോ? ഇപ്പോഴല്ലേ അദ്ദേഹം ഒച്ച വെക്കരുന്ന് പറഞ്ഞിട്ട് പോയത്? പറഞ്ഞെങ്കിൽ അതാണ് അതിന്റെ അർത്ഥം. ഓ, അങ്ങനെയാണോ? ഇപ്പൊ സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകൻ ഗുണശേഖരൻ. സാർ, കുറച്ചു മുമ്പിലേക്ക് കയറുന്നു. എന്താ എന്നെ രക്ഷിക്കണം. എന്താ കാണിക്കുന്നത്? ഇതെന്താ 10ന്റെ സൈസിൽ ഒരു ചെരുപ്പ്? എണീക്ക് സാർ. എന്തിനാ എന്റെ കാലിൽ വീഴുന്നത്? എല്ലാം എന്റെ സമയാ. ഈ കാശ്, പണം, ബംഗ്ലാവ് എക്സെട്ര എക്സെട്ര ഇതെല്ലാം നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് മോളിന്ന് ഒരു തീരുമാനം എടുത്തിരിക്കുക. ഇന്ന് നിങ്ങള് ഞങ്ങളുടെ കാക്കാക്ക പാർട്ടിക്ക് പിന്തുണ തരുമെന്നൊരു വാക്ക് പറഞ്ഞാ എനിക്ക് വലിയൊരു സ്ഥാനം തരാമെന്ന് പറഞ്ഞിരിക്കുക. ഇത് കണ്ട സാർ, ഇതെന്റെ വിസിറ്റിംഗ് കാർഡാ. ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ എന്നെ ഒന്ന് വിളിച്ചാൽ പെട്ടികളില്ലേ
എവിടെയൊക്കെ കൊണ്ട് ഇറക്കണോ അവിടെയൊക്കെ കറക്റ്റ് ആയിട്ട് ഇറക്കി വെക്കണം. ഇല്ല സാർ, നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? എനിക്ക് മനസ്സിലായി. അത് കണ്ടില്ലേ, നല്ല LED ബ്രെയിനാ. സാർ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. ഇതാണ് ഞാൻ ഞാൻ പ്രതീക്ഷിച്ചത്. നോക്കിക്കോളാം. അതെ, സാറിന്റെ പിന്തുണ നമുക്കാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് 1 മണിക്കുള്ളിൽ ഫോൺ ചെയ്യാന്നാ പറഞ്ഞത്. സഖാവ് ഗുണശേഖരൻ, സഖാവ് ഗുണശേഖരൻ, സഖാവ് പീതാംബരൻ എന്ന് പറയടാ. സഖാവ് പീതാംബരൻ. എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്കെന്താ മനസ്സിലായത്? നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ജോലിസരെ ഒന്ന് കണ്ടിരുന്നു. അങ്ങേര് പറഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും ശുക്രദശയാന്നാ. ഓഹോ, അതിന്റെ ലക്ഷണങ്ങളാണ് അങ്ങേരിപ്പ ഭവ്യതയോടെ ഏട്ടന്റെ കാലിൽ വീണ് കെഞ്ചി കരഞ്ഞ് യാചിച്ചത്. പാർട്ട്ണറെ, കാല് വാരുന്നവരും ഇങ്ങനെ ആദ്യം കുനിയും. ഛെ,